പ്രൈസ് കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പ്രൈസലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവെഴുത്തിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം എപ്പോഴും വായിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വചനമാണ്. അത് തന്നെയല്ല, മത്തായിയുടെ സുവിശേഷം 5-6-7 അധ്യായം യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം എല്ലാ കാലഘട്ടത്തിലും ഒരു ദൈവത്തിന്റെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. ആരെല്ലാം യേശുവിന്റെ പർവ്വത പ്രസംഗം ഗിരിപ്രഭാഷണം വായിച്ചിട്ടുണ്ടോ അവരെല്ലാം ദൈവാത്മാവ് ആകർഷിച്ചിട്ടുണ്ട്. അത്ര ശ്രേഷ്ഠത കൊണ്ട് നിറയപ്പെട്ടതാണ് പുസ്തകം. ലോകരാജ്യങ്ങളിൽ അനേകം മഹാന്മാര് ഈ ഗിരിപ്രഭാഷണം വായിച്ച് അവർ ജീവിതത്തിൽ ആത്മസംയമനമുള്ളവരായി മാറിയിട്ടുണ്ട്. അത്രയ്ക്ക് മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്നതാണ് ഈ വചനം എന്ന് പറയുന്നത്. അപ്പം ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു പറഞ്ഞ അതിശ്രേഷ്ഠമായ ഒരു വചനമാണ് സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഈ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവി, സഹോദര സഹോദരി, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് സമാധാനം ഉണ്ടാക്കുന്നവളാണെങ്കിൽ അല്ലേ, നിങ്ങളുടെ ജോലി മേഖലയില്, നിങ്ങൾ ചെല്ലുന്ന സമൂഹത്തില്, അല്ലേ, നിങ്ങൾ കൂടി വരുന്ന സഭയില്, നിങ്ങൾ എവിടെ ആരുടെ മധ്യത്തിൽ കൂടി വന്നാലും നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളിലൂടെ അവിടെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കും. നിങ്ങൾ അവിടെയാണ് ദൈവപുത്രൻ എന്നുള്ളത് നിങ്ങളെ തെളിയിക്കുന്നത്. ചില ആളുകളെ കണ്ടില്ല, എവിടെ ചെന്നാലും വഴക്കുണ്ടാക്കും, എവിടെ ചെന്നാലും കലഹമുണ്ടാക്കും. സഭയിൽ ചിലർ വരുന്ന വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലേലൂയ. ജോലി സ്ഥലത്ത് വഴക്കുണ്ടാക്കാൻ തന്നെ. കുടുംബത്തിനകത്ത് എപ്പോഴും വഴക്ക്. രണ്ടുപേർ ഒന്നിച്ചു കൂടിയാൽ അവിടെ എപ്പോഴും വഴക്കുണ്ടാക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവർ ദൈവപുത്രന്മാരല്ല ഉള്ളത് പറഞ്ഞ അവരെ വിളിക്കേണ്ട പേര് സാത്താന്റെ പുത്രന്മാരെന്നാണ്. നിങ്ങൾ ആ ദൂത് ഏറ്റെടുക്ക്. നിങ്ങൾ ദൈവവചനം ഏറ്റെടുത്ത് ദൂത് ഏറ്റെടുത്തിട്ട് നിങ്ങൾ ചോദിക്കണം, ഞാൻ ദൈവത്തിന്റെ പുത്രനാണോ പുത്രിയാണോ അതോ സാത്താന്റെ പുത്രനാണോ പുത്രിയാണോ? നിങ്ങളുടെ സ്വഭാവത്തെ ശോധന ചെയ്യണം. അല്ലേ, നിങ്ങളുടെ സ്വഭാവത്തെ ശോധന ചെയ്ത് നിങ്ങൾ നല്ലൊരു മനുഷ്യനായി, നല്ലൊരു യുവതിയായി മാറുമ്പോഴാണ് നിങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നത്. പ്രൈസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം സമാധാനക്കുറവുണ്ടാക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത്. പ്രൈസ്. ചില ആളുകളുടെ ജീവിത രീതി തന്നെ അങ്ങനെയുള്ളവർക്ക് ദൈവവുമായി യാതൊരു ബന്ധവും, ദൈവമായിട്ട് യാതൊരു സംസർഗമില്ലാതെ അവർ ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സാത്താന്റെ കൂട്ടുകെട്ടിൽ അകപ്പെട്ടവയാണ്. കണ്ടാൽ ഭക്തനെന്ന് തോന്നും, ഭക്തൻ എന്നൊക്കെ തോന്നും. വേഷഭൂഷാദികൾ കൊണ്ട് നോക്കിയാലും, പ്രവൃത്തി കൊണ്ട് നോക്കിയാലും, സ്വഭാവം കൊണ്ട് നോക്കിയാലും ഒക്കെ ദൈവഭക്തനാണെന്ന് തോന്നും. പക്ഷെ സ്വഭാവം വെളിപ്പെടുമ്പോഴെന്താണ്? സകലവിധ പ്രശ്നങ്ങളുടെ ഉറവിടമാണ്. അല്ലേ? അപ്പം വേഷഭൂഷാദികൾ കൊണ്ടോ സ്വഭാവം കൊണ്ടോ ഒന്നും നമ്മൾ ആളിനെ തിരിച്ചറിയാൻ കഴിയത്തില്ല. ലേരിയ രണ്ടുപേര് കൂടുന്നിട്ട് അവരുടെ പ്രവൃത്തിയിലാണ് വെളിപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവി, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. വേദപുസ്തകം പറഞ്ഞ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം? സമാധാനം ഉണ്ടാക്കണം. അല്ലേലിയ. നമ്മുടെ ഈ ലോകത്തിലെ മതങ്ങൾ, രാഷ്ട്രങ്ങൾ, സംഘടനകൾ, വിവിധ വേദികൾ, ലേലിയ സ്തോത്രം, എല്ലാവരും കൂടി വരുന്ന സ്ഥലമൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? അവിടൊക്കെ എന്താ സമാധാനമുണ്ടോ? അവിടെയെല്ലാം പ്രശ്ന സങ്കീർണമായ അനുഭവങ്ങളാണ്. അതിന്റെ നടുവിലാണ് നമ്മുടെ കർത്താവ് പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു. അതേ ശ്രോതാവേ, നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. നിങ്ങൾ എവിടെ ചെന്നാലും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായിരിക്കണം. അല്ലേലിയ. തളർന്ന് ക്ഷീണിച്ച് നൊമ്പരത്തിന്റെ നടുവിലിരിക്കുന്നവർ, വേദനയിലും കഷ്ടത്തിലൂടെ, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ, കടക്കണിയിലൂടെ പോകുന്നവർ, ജീവിതം തന്നെ മടുത്ത് മരണത്തിന്റെ നിഴലിലിരിക്കുന്നവർ,
എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചേക്കെന്നോർത്ത് അന്തിമ തീരുമാനമെടുത്തിരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ അരികിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നൊരു വാക്ക് അവർക്ക് സമാധാനം ലഭ്യമാകണം. നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാളെ സമാധാനത്തിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. മരണത്തെ നീക്കുവാൻ പോലും, മരണമുഖത്തിരിക്കുന്നവരെ വിടുവിക്കുവാൻ പോലും നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് കഴിയും. രക്തം ചെയ്യും. എന്നാൽ ഒരു മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുവാനും നിങ്ങളുടെ വാക്ക് മതി. രക്തം ചെയ്യും. അങ്ങനെ അനവധി സംഭവങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഇവിടെയാണ് നിങ്ങൾ ദൈവത്തിന്റെ മകനാണോ മകളാണോ ഇല്ലയോ എന്ന് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വേദപുസ്തകം പറയുക. ആരാണ് ഈ പുത്രന്മാർ യഥാർത്ഥത്തിൽ? ഹല്ലേലൂയ. ശിശുത്വം മാറി ബാല്യത്വം വളരുന്നു. ഹല്ലേലൂയ. ചിലർ യൗവന പ്രായമാകുമ്പോൾ ഹല്ലേലൂയ അവൻ പുത്രൻ എന്ന സ്ഥാനം നേടുന്നു. ശൈശവം, ബാല്യം, കൗമാരം, ഹല്ലേലൂയ അത് മാറി ഹല്ലേലൂയ യൗവനത്തിലേക്ക് എത്തുമ്പോൾ ആമീൻ പുത്രത്വത്തിലേക്ക് വരും. നമ്മൾ ശൈശവത്തിനും ബാല്യത്തിനും പുത്രത്വമാണ്. പക്ഷേ ഹല്ലേലൂയ നമ്മൾ യൗവനത്തിലേക്ക് വരുമ്പോൾ ആ ഒരു അനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അപ്പൊ നിങ്ങളുടെ വളർച്ചയിലെല്ലാം നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾ നല്ലവണ്ണം പഠിച്ച് ഹല്ലേലൂയ ശാരീരികമായും മാനസികമായും ആത്മീയമായും നിങ്ങളെ തന്നെ ക്രമപ്പെടുത്തിയെടുത്ത്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളെ തന്നെ നന്നായി പാകപ്പെടുത്തിയെടുത്ത് നിങ്ങൾ യഥാർത്ഥമായി ക്രിസ്തുവിന്റെ ശിഷ്യനായി മാറണം. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് സമാധാനമുള്ളവര്. കാരണം നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ പ്രഭുവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു സമാധാനത്തിന്റെ പ്രഭുവായതുകൊണ്ട് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരും സമാധാനത്തിന്റെ അനുഭവത്തിലായിരുന്നു. അപ്പൊ കർത്താവിന്റെ ശിഷ്യന്മാരാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലോകത്തിന്റെ പാപസുഖങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു വേണ്ടി ഹൃദയം കൊടുത്ത് യേശുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവനാണ്. ലോകത്തിൽ നിന്ന് വേർപെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്നവനാണ് ദൈവത്തിന്റെ ശിഷ്യന്മാർ. ഹല്ലേലൂയ. അവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. യഥാർത്ഥത്തിൽ അവരെയാണ് വിളിക്കുന്നത്. അവരാണ് സമാധാനം ഉണ്ടാക്കുന്നവർ. അപ്പൊ നിങ്ങൾ ചിലരെയൊക്കെ വിരൽ ചൂണ്ടിട്ട് ചോദിക്കും, അവരൊന്നും അങ്ങനെയല്ലല്ലോ. അവരങ്ങനെ അല്ലെങ്കിൽ അവർ ദൈവത്തിന്റെ ശിഷ്യന്മാരല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതിനപ്പുറത്തൊരു വേറെ വാക്യങ്ങളൊന്നുമില്ല. ഒരു ദൈവത്തിന്റെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ എവിടെയും സമാധാനം കൊടുക്കുന്നവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം തന്നെ ശാശ്വതമല്ല. ഈ ലോകം തന്നെ തകർന്ന് അടിഞ്ഞു കിടക്കുക. മനുഷ്യൻ ജീവിതത്തിൽ ഒരു സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. കുടുംബത്തിനകത്ത് സമാധാനമില്ല, കുടുംബ ജീവിതത്തിൽ സമാധാനമില്ല, ഭാര്യയെ കൊണ്ട് സമാധാനമില്ല, ഭർത്താവിനെ കൊണ്ട് സമാധാനമില്ല, മക്കളെ കൊണ്ട് സമാധാനമില്ല, അപ്പനെ കൊണ്ട് അമ്മയെ കൊണ്ട് സമാധാനമില്ല, അല്ലേലി അമ്മായിയെ കൊണ്ട് സമാധാനമില്ല, മരുമോളെ കൊണ്ട് സമാധാനമില്ല. അങ്ങനെ ആമീൻ കാന്തത്തിൽ മുട്ടുസൂചി ഉടക്കിക്കിടക്കുന്നത് പോലെ തന്നെ കുടുംബങ്ങൾ ചിഹ്ന ഭിന്നമായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഇന്ന് പകൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വന്ന് നിങ്ങൾ ദൈവപുത്രൻ എന്ന് നിങ്ങളിൽ തന്നെ വെളിപ്പെടുത്തണം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ വലിയൊരു സമാധാനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ അല്ലെ സകലത്തിലും ബലശാലിയായി മാറണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അവിടെ വായിക്കുമ്പോൾ 13-11 ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. അതിനെയാണ് മുമ്പ് ഞാൻ പറഞ്ഞത്, ശൈശവും ബാല്യം കൗമാരം എന്ന് പറഞ്ഞത്. അപ്പൊ ശിശുവായിരുന്നപ്പോൾ അല്ലെങ്കിൽ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിക്കും, ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ശിശുവിനുള്ളതിനെ ത്യജിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അത് നിങ്ങളും യൗവനത്തിലെത്തിക്കഴിയുമ്പോൾ
നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ എന്ന് പറഞ്ഞ ശിശുപ്രായത്തിൽ ഉണ്ടായിരുന്നതിനൊക്കെ നിങ്ങൾ ത്യജിച്ച് കളഞ്ഞിട്ട് പുരുഷനായ ശേഷം യൗവനക്കാരനായ ശേഷം നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ നിലയിൽ മാത്രമേ സംസാരിക്കാവുള്ളൂ. രക്തം ചെയ്യും അതിന് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ഉരുവാകണം. പ്രൈസലോ. നിങ്ങൾ സമാധാനം സംസാരിക്കണമെങ്കിൽ, നിങ്ങളിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾ കടന്നു ചെല്ലുന്നിടത്തൊക്കെ സമാധാനം വിതരണമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിൽ യേശു ഉണ്ടായിരിക്കണം. പ്രൈസലോ. നിങ്ങളുടെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനം പറയാൻ കഴിയുള്ളൂ. സകലരും ക്രൈസ്തവരാണ്. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവണ്ടോ, ക്രൈസ്തവ പേര് നമുക്കുള്ളത് കൊണ്ടോ, ഒരു വലിയ പാരമ്പര്യമുള്ളത് കൊണ്ടോ, ഒരുപാട് പ്രശസ്തികളൊക്കെ ഉണ്ട്, പണമൊക്കെ ഉണ്ട്, അല്ലേ, എന്നും പള്ളിയുടെ കാര്യങ്ങളെല്ലാം മുമ്പിൽ നിൽക്കും, എല്ലാത്തിനും മുമ്പിലുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നിന്നത് കൊണ്ടൊന്നും നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവപുത്രനാകത്തില്ല. ദൈവപുത്രനാകണമെങ്കിൽ, ദൈവത്തിന്റെ പുത്രിയാകണമെങ്കിൽ നിന്റെ ഉള്ളിൽ യേശു ക്രിസ്തു ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തു ഉള്ളിൽ ഉള്ളവളാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ പുത്രിമാരെന്ന് വിളിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്തോത്രം. അല്ലാതെ നമുക്കൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ആകത്തില്ല. ദൈവത്തിന്റെ പുത്രിമാരും പുത്രിമാരും ആകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വീണ്ടും ജന്മം പ്രാപിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വീണ്ടും ജന്മം പ്രാപിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ആ ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ പുത്രിമാർ എന്ന അവകാശത്തിലേക്ക് വരാൻ കഴിയുള്ളൂ. അല്ലേ, അത് ലോകം തരുന്ന സർട്ടിഫിക്കറ്റ് അല്ല, ദൈവം തരുന്ന സർട്ടിഫിക്കറ്റാ. അല്ലേ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായി ശേഷമോ ഞാൻ ശിശുവിനോട് ത്യജിച്ചു കളഞ്ഞു. അതെ, നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവാനുള്ളതിനെ മുഴുവൻ നിങ്ങൾ നീക്കിക്കളയണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നിൽ നിന്ന് നീക്കിക്കളയുവാനുള്ള എല്ലാ ജഡിക സ്വഭാവത്തെയും നീ നീക്കിക്കളയുമ്പോൾ നിന്റെ കുടുംബ സമാധാനത്തിലേക്ക് വരും. നിന്റെ ജീവിത സമാധാനമായി മാറും. നിന്റെ ജോലി, നിന്റെ ബിസിനസ് സമാധാനമായി മാറും. നിനക്കാരോട് സമാധാനത്തോടെ സംസാരിക്കാൻ കഴിയും. നീ യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ സമാധാനത്തോടെ സംസാരിക്കാൻ കഴിയാതെ, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാതെ, ആരോടും സമാധാനത്തോട് ഇടപെടാൻ കഴിയാതെ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നം സൃഷ്ടിക്കുന്നവരോടും പറയട്ടെ, ഒന്ന് മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. ഒന്ന് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായാൽ, ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങളിൽ വന്നാൽ, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവായാൽ, ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നെങ്കിൽ, നിങ്ങൾ പൗലോസിനെ പോലെ, സ്തോത്രം, സമാധാനത്തോടെ നിങ്ങൾ സംസാരിക്കും, സമാധാനത്തോടെ ജീവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനമൊക്കെ അങ്ങനെ പറയുന്നത്. ലേഖനമൊക്കെ വായിക്കാൻ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുണ്ട്. ലേഖനം 5-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം, നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച് ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് അത് പറ്റുകയുള്ളൂ. പൗലോസ് പറയുക. എന്താണ് ആ വചനം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്? പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്താൽ പരിചയമില്ലാത്തവൻ എത്രയെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ ആദ്യമായി തനിക്കുള്ളതിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ സമാധാനത്തെ കൊണ്ടുവരണം. നിങ്ങൾക്കുള്ള എല്ലാ മേഖലയിലും, നിങ്ങളുടെ ജീവിതമായിരുന്നാലും, നിങ്ങളുടെ ജോലിയായിരുന്നാലും, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലായിരുന്നാലും കർത്താവിന്റെ സ്വഭാവമായിരിക്കുന്ന സമാധാനത്തെ നിങ്ങൾ കൊണ്ടുവരണം. ഹല്ലേലൂയ. സമാധാനത്തെ നിങ്ങളവിടെ കൊണ്ടുവരുമ്പോഴാണ് അവിടെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നീട് കർത്താവിനോടും മനുഷ്യരോടും സമാധാനം പുലർത്തുവാൻ നിങ്ങൾക്ക് കഴിയും. കർത്താവിന്റെ സമാധാനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങളോടും മറ്റുള്ളവരും നിങ്ങൾക്ക് സമാധാനം പുലർത്തുവാൻ കഴിയുന്നത്.
അതുകൊണ്ടാണ് പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്താൽ പരിചയമില്ലാത്തവനാണ്. പ്രൈസോ അല്ലേലൂയ. അവൻ ശിശുവാണെന്ന് പറഞ്ഞത്. പ്രൈസോ. ഇന്നൊക്കെ അട്ടിയായുള്ള ആഹാരം, നന്മതിന്മകളെ, നല്ല ഉപദേശം, നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയാമ്യങ്ങളുള്ളവരായി അത് പ്രായം തികഞ്ഞവർക്കേ, യൗവനത്തിലേക്ക് വന്നവർക്കേ അത് കഴിയുള്ളൂ. അതിന് നീ എന്ത് ചെയ്യണം? നിന്റെ ജീവിതത്തെ ക്രിസ്തുവിന് വിട്ടുകൊടുക്കണം. അല്ലേ, നിന്നെ നിയന്ത്രിക്കുന്നത് യേശു കർത്താവായിരിക്കണം. പ്രൈസോ. നിന്നെ നീ നിയന്ത്രിച്ചാൽ ലേലിയ ലോകപ്രകാരം നീ നടക്കും. നിന്നെ കർത്താവ് നിയന്ത്രിച്ചാൽ ദൈവഹിതപ്രകാരം നീ നടക്കും. ലേലിയ. അപ്പം ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം പണിതെടുക്കാം. രക്തം ചെയ്യാം. ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പണിതെടുക്കാം. അതാണ് ദൈവവചനം പറയുന്നത്. ഒന്നാമതായി പാല് കുടിക്കുന്നവരെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവരത്രേ. രണ്ടാമതായിട്ട് ദൈവവചനം പറയുന്നത്, സ്തോത്രം, മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അല്ലേലി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം അധ്യായം അല്ലൊരു സ്തോത്രം 44-45 വചനം വായിക്കിങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേലിയ. സ്തോത്രം. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. അല്ലേരിയ. അപ്പൊ ശത്രുക്കളെ സ്നേഹിക്കുക. ആമേൻ. സ്തോത്രം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ സ്വർഗസ്വനായ പിതാവിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുകയുള്ളൂ. ശത്രുവിനെതിരെ പകപോക്കുവാനല്ല, ശത്രുവിനെതിരെ വെല്ലുവിളി ഉയർത്താനല്ല, ശത്രുവിനെ ഏതു വിധത്തിലും നിർമൂലനാശം ചെയ്ത് അവന് വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞ് അവന്റെ ജീവിതത്തെ തകർത്ത്, അവന്റെ കുടുംബത്തെ തകർത്ത്, നാളെ എങ്ങനെ അവനെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവർ, അല്ലേലിയ, അവരൊന്നും ദൈവത്തിന്റെ പുത്രന്മാരല്ല. നമുക്കറിയാം ഇന്നത്തെ ഭൂമിയില് പക തീർക്കലാണ്, പകരം വീട്ടലാണ്. അതുകൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് തകർന്നത്, എത്രയോ സഹോദരിമാർ വിധവകളായി മാറി, എത്രയോ അപ്പനമ്മമാർ മക്കളില്ലാത്തവരായി മാറി, എത്രയോ മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായി മാറി. എന്തുകൊണ്ടാണ്? പകരം വീട്ടല. പകരം തീർക്കലും പ്രതികാരം തീർക്കലും കൊണ്ട് കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിന് വേണ്ടി, മതത്തിന് വേണ്ടി, ജാതിക്ക് വേണ്ടിയിട്ടും, നിറത്തിന് വേണ്ടിയിട്ടും, വർണ്ണത്തിന് വേണ്ടിയിട്ടും, പണത്തിനും വേണ്ടിയിട്ടും, പെണ്ണിന് വേണ്ടിയിട്ടും, പൊന്നിന് വേണ്ടിയിട്ടും, മണ്ണിന് വേണ്ടിയിട്ടും ലേലിയ, നീ പോരാടി നിന്റെ കുടുംബത്തെ നീ തകർക്കരുത്. മറ്റുള്ള പ്രതികാരം ചെയ്ത് നിന്റെ കുടുംബത്തെ തകർക്കരുത്. ചിലതിനെയൊക്കെ നീ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. പ്രൈസോ. ചിലതിനെയൊക്കെ നീ വിട്ടുകൊടുക്കാൻ നീ തയ്യാറായി. നിന്നിൽ ദൈവിക സമാധാനം നിറയ്ക്കണം. രക്തം ചെയ്യണം. പ്രൈസോ. നാം വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ ദൈവിക സമാധാനം വെളിപ്പെടുന്നത്. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എല്ലാവരും ആമിരലിയ കണക്ക് പറഞ്ഞ് അല്ലര്യം വാങ്ങുന്നവരാ. സ്തോത്രം. കുടുംബ ബന്ധത്തോടായാലും, ഭാഗ ഉടമ്പടിയോടുള്ള ബന്ധത്തിലായിരുന്നാലും, എന്തിനോടുള്ള ബന്ധത്തിലായിരുന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് എല്ലാവരും മുമ്പിൽ നിൽക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നിനക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ, ക്രിസ്തു മുഖാന്തരം എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ, അത് നിനക്ക് 100 മടങ്ങായിട്ട് തിരിച്ചു തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് നിന്നെ സ്നേഹിക്കുന്ന. യേശു പറയുക, നീ എവിടെയും സമാധാനം ഉണ്ടാക്കുന്നവനായി നിന്നെ ഒന്ന് പാകപ്പെടുത്തിയെടുത്താൽ, ക്രമീകരിച്ചെടുത്താൽ, നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികളെ മാറ്റി നിനക്ക് മധ്യത്തിൽ പുതുവഴികളെ തുറന്നു തരുവാൻ രക്തം ചെയ്യും. നീ എവിടെയെല്ലാം പരാജയപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ടോ, എവിടെയെല്ലാം നീ ഒറ്റപ്പെട്ടോ, എന്തെല്ലാം നിനക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ നഷ്ടമായോ, അതെല്ലാം 100 മടങ്ങായിട്ട് തരുവാൻ യേശു വിശ്വസ്തനാണെന്ന് പരിശുദ്ധാത്മാവിന്റെ പകൽ ചിലരോടൊക്കെ അറിയിക്കുന്ന ദൂത. പ്രൈസലോ. ഒരുപക്ഷെ നീ ക്രിസ്തു മുഖാന്തരം സകലത് നീ നഷ്ടപ്പെട്ടവളായിരിക്കാം. അതോടൊപ്പം നീ ഭാരപ്പെട്ടു പോകണ്ട.
ഒരു വലിയ പ്രതിഫലം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. രക്തം ചെയ്യും. ഒരുപക്ഷെ തലചായിപ്പം നിനക്കൊരു തുണ്ട് ഭൂമി കാണത്തില്ല. തലചായിപ്പം സ്വന്തം ഒരു ഭവനം കാണത്തില്ല. ഒരുപക്ഷെ നിന്റെ ജീവിതം എങ്ങനെയായി തീർന്നു ഓർത്ത് നീ ഭാരപ്പെടുന്നവളായിരിക്കാം. പക്ഷെ നീ ക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിച്ചവനാണെങ്കിൽ, ക്രിസ്തു നീ വീണ്ടെടുക്കപ്പെട്ടവളാണെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ നിരാശകളെ മാറ്റിയെടുത്ത് നിന്നെ ഉന്നതമായ നിലയിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന ശക്തമായ ദൂത. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു. അത് ഏത് മേഖലയിൽ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. മനസ്സിനകത്ത് സമാധാനം നിറഞ്ഞെങ്കിൽ മാത്രമേ അത് മനുഷ്യരോട് പ്രകടമാക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. നിന്റെ മനസ്സിനകത്ത് സമാധാനമില്ലാതെ നീ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ മനുഷ്യനോട് സമാധാനം കാണിക്കുവാൻ, മനുഷ്യനോട് സമാധാനം പ്രകടമാക്കുവാൻ നിനക്ക് കഴിയില്ല. അത് നിന്റെ കുടുംബത്തിലായിരുന്നാലും കുടുംബ ജീവിതത്തിലായിരുന്നാലും നീ കടന്നു ചെല്ലുന്ന ഏത് സമൂഹത്തിലായിരുന്നാലും, ഹല്ലേലൂയ, നിന്റെ മനസ്സും ഹൃദയവും സമാധാനം കൊണ്ട് നിറഞ്ഞതല്ലെങ്കിൽ നീ പ്രശ്നക്കാരിയായിരിക്കും. ഹല്ലേലൂയ, നീ വളരെ പിറുപിറുക്കുന്നവളായിരിക്കും. ചിലരുടെ ജീവിതം കൊണ്ട് പലരെയും മനസ്സിലാക്കിയെടുക്കാം. പലരുടെയും സംസാരം കൊണ്ട് പലരെയും മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒരു ആത്മീയന് ഒരു വ്യക്തിയെ എപ്പോഴും വിവേചിച്ചറിയാൻ കഴിയും. എങ്ങനെ? അവരുടെ വാക്കുകളിലൂടെ, അവരുടെ പിറുപിറുപ്പിലൂടെ, സംസാരത്തിലൂടെ ആ വ്യക്തിയിൽ സമാധാനമുണ്ടോ, ആ വ്യക്തി സമാധാനം ഉണ്ടാക്കുന്നവളാണോ, അവരിൽ കൂടെ സമാധാനം പ്രതീക്ഷിക്കാമോ എന്ന് ഒരു ആത്മീയൻ തിരിച്ചറിയും. രക്തം ചെയ്യും. പ്രൈസലോ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ പോലെ നിങ്ങൾ സമാധാന പുരുഷനായിരിക്കണം. പ്രൈസലോ. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പേ പ്രവാചകൻ പറഞ്ഞു അവൻ സമാധാന പ്രഭുവാണെന്ന്. പ്രൈസലോ. അത് നമ്മുടെ കർത്താവ് സമാധാന പ്രഭുവാണ്. നമ്മുടെ കർത്താവ് ആരെയും ഉപദ്രവിക്കുന്നവനല്ല, ദ്രോഹിക്കുന്നവനല്ല, ആർക്കെതിരെ കരിതുള്ളി നിൽക്കുന്നവരല്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സകലരെയും സ്നേഹിക്കുന്നവരാ. തന്റെ അരികിൽ കടന്നു വന്ന പാപികൾ, എല്ലാവരും തന്നോട് ചേർത്ത് പിടിച്ച്, കുഷ്ഠരോഗിയും ചെകിടനെയും മുടന്തനെയും തളർവാദം പിടിച്ചവരെയും പക്ഷപാതക്കാരനെയും, ഹല്ലേലൂയ, വിവിധമായ പ്രതിസന്ധിയുടെ കടന്നുപോയ സകല ജനത്തെയും ഈശ്വരനോട് ചേർത്ത് പിടിച്ച്, ഹല്ലേലൂയ, അവർക്ക് സമാധാനം വെളിപ്പെടുത്തി കൊടുത്തവരാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അപ്പൊ ഒന്നാമതായി നാം സമാധാനത്തിൽ നമ്മൾ നിറയണം. രണ്ടാമതായി, ഹല്ലേലൂയ, നാം ശത്രുക്കളെ സ്നേഹിക്കണം. മൂന്നാമതായി പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ, റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പം ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ, പുത്രിമാർ. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടോ? ഹല്ലേലൂയ. മനുഷ്യനുള്ളത് മനുഷ്യന്റെ ആത്മാവാണ്. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കുന്നവനുള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയും. മനുഷ്യനുള്ള മനുഷ്യാത്മാവ് അത് മനുഷ്യനുള്ളത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. എന്നാൽ ദൈവാത്മാവിലേക്ക് നിറയപ്പെടുന്നവൻ, ദൈവാത്മാവിലേക്ക് വരുന്നവൻ, അവർ ദൈവികമായത് മാത്രം സംസാരിക്കും. അതുകൊണ്ടാണ് വചനത്തിൽ റോമാലേഖനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്നവൻ, ഹല്ലേലൂയ, ഏവരും ദൈവത്തിന്റെ മക്കളാകും. ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ നിങ്ങളെ ഒന്ന് ശോധന ചെയ്ത് നോക്കണം. ദൈവാത്മാവാണോ നിന്നെ നടത്തുന്നത്? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവാത്മാവാണോ നിന്നെ നടത്തുന്നത്? പ്രൈസ്. അതോ ലോകത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് സാത്താന്റെ ആത്മാവാണോ നിന്നെ നടത്തുന്നത്? സാത്താന്റെ ആത്മാവ് നിന്നെ നടത്തുന്നതെങ്കിൽ നിന്റെ ഉള്ളിൽ സകല പകയും കയ്പും വിദ്വേഷവും സകല ശാഠ്യവും ദന്തപക്ഷവും ഭിന്നതയും അസൂയയും സകല കലഹവും സകല അശുദ്ധിയും നിന്നിൽ ഉണ്ടായിരിക്കും സാത്താന്റെ ആത്മാവ് നടത്തുന്നെങ്കിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നടത്തുന്നെങ്കിൽ
നിന്റെ ആത്മാവിന്റെ ഫലമായി സ്നേഹവും സന്തോഷവും സമാധാനവും ദയയും ദീർഘക്ഷമയും പരോപകാരവും വിശ്വസ്തത ഇന്ദ്രിയജയം നിന്റെ ഉള്ളിലുണ്ടായിരിക്കും. ലേരിയ. അപ്പൊ നിന്റെ ഉള്ളിൽ ആരാണ് വസിക്കുന്നത്? ദൈവാത്മാവോ അതോ സാത്താന്റെ ആത്മാവോ? ഫ്രൈസർ. നിങ്ങൾ ദൈവത്തിന് വന്ന. അപ്പൊ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ദൈവാത്മാവിനെ നടത്തപ്പെടുന്നവരാണ്. ചില പരിശുദ്ധാത്മാവ് തങ്ങളെ നടത്തേണ്ടതിനും ദൈവഹിതം ചെയ്യേണ്ടതിനുമായി സമർപ്പിക്കാതെ എന്നെ ഞാൻ തന്നെ നടത്തിക്കൊള്ളാം, എനിക്ക് ജ്ഞാനമുണ്ട്, അറിവുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് കർത്താവിനെ നിഷേധിക്കുന്നവരുണ്ട്. അല്ലേ? ചെല്ലു പറയും, എനിക്ക് കർത്താവിനെ ഒന്നും വേണ്ട, എനിക്ക് ന്യായമായിട്ടെല്ലാം അറിയാം, ജ്ഞാനമുണ്ട്, കഴിവുണ്ട്, പണമുണ്ട്, സാമ്പത്തികമുണ്ട്, പാരമ്പര്യമുണ്ട്, കുടുംബമുണ്ട്, മഹിമയുണ്ട്, ജോലിയുണ്ട്, അല്ലെങ്കിൽ എനിക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിക്കുന്നവരുണ്ട്. രക്തം ചെയ്യും. അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ചെല്ലുന്ന ഒരു മേഖലയിലും നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയത്തില്ല. അല്ലേടി? സമാധാനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ആരെക്കുറിച്ചും ഏഷണി പറയില്ല, കുശുകുശുപ്പുണ്ടാക്കത്തില്ല. സമാധാനം നിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട് സമാധാനമില്ലാതെ വരുമ്പോഴാണ് നിന്റെ സഹോദരനെ കുറിച്ച്, സഹോദരിയെ കുറിച്ച് നീ കുശുകുശുപ്പും ഏഷണയും പറഞ്ഞുണ്ടാക്കുന്നത്. പ്രൈസലോ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കത, നിന്റെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കണം. പ്രൈസലോ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലേലിയ സ്തോത്രം, അല്ലേലിയ സ്തോത്രം, കർത്താവിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടം ഇങ്ങനെയുള്ളവരെ നോക്കി, അല്ലേലിയ ദൈവത്തിന്റെ വചനം പറയുന്നത് സ്തോത്രം നമുക്ക് മനസ്സിലാക്കിയാൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അല്ലേലിയ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തി, 2-ാം അധ്യായം 2-ാം വാക്യം. അല്ലേലിയ സ്തോത്രം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. കണ്ടോ? ലേലിയ. കലഹമുണ്ടാക്കുന്നവർ, പ്രശ്നം സൃഷ്ടിക്കുന്നവർ, കുശുകുശുപ്പുണ്ടാക്കുന്നവർ, ഏഷണി പറയുന്നവർ, ഭിന്നതയുണ്ടാക്കുന്നവർ, ശാഠ്യക്കാർ, ഇവരെ കുറിച്ചൊക്കെ പറയുന്നത്, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തെയും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതിയെ നിങ്ങൾ അനുസരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ സാത്താനെ അനുസരിച്ചു പോകുന്നു എന്നാ. പ്രൈസലോ. പൗലോസ് വ്യക്തമായിട്ടും ദൈവത്തിന്റെ വചനത്തിലൂടെ പറയുക. അല്ലേലിയ. 4-ാമതായിട്ട് സ്തോത്രം, വേർപാടിന്റെ ജീവിതം നയിച്ചുകൊണ്ട് വിശുദ്ധിയെ പ്രാപിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാരായി തീരുവാൻ കഴിയും. ലേലിയ. ഈ ലോകത്തിന് വേർപാട് പാലിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് ദൈവത്തിന്റെ പുത്രന്മാരായി, ദൈവത്തിന്റെ പുത്രന്മാരായി ജീവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിന്ന് പറയുന്നത് റോമാലേഖനം 12-ാം അധ്യായം നിങ്ങൾക്ക് വായിച്ചാൽ കഴിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണമെന്ന്. ലോകത്തിൽ നിന്നൊരു വേർപാട് നിങ്ങൾക്ക് ആവശ്യമാണ്. ലോകക്കാരിൽ നിങ്ങൾക്കൊരു വേർപാട് ആവശ്യമാണ്. സകലിൽ നിങ്ങൾക്കൊരു വേർപാട് ആവശ്യമാണ്. സകലത്തിൽ നിങ്ങൾക്കൊരു വേർപാട് ആവശ്യമാണ്. സകല അശുദ്ധിയിൽ നിങ്ങൾക്കൊരു വേർപാട് ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മകനായി, മകളായി ജീവിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം അനുഗമിക്കണം. രക്തം ചെയ്യും. പ്രൈസലോ. ജീവിതം തകർക്കുവാനുള്ളതല്ല, ജീവിതം പണിതെടുക്കുവാനുള്ളതാണ്. പ്രൈസലോ. നിങ്ങളുടെ ജീവിതത്തെ ഈ ഭൂമിയിലിട്ട് സാത്താൻ പന്ത് തട്ടി കളിക്കുന്നത് പോലെ തട്ടിക്കളിക്കുവാൻ ഇടം കൊടുക്കാതെ നിന്റെ ജീവിതത്തെ, നിന്റെ ഉള്ളിലെ ആത്മാവിനെ നീ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. ഒരു വേർപാട് ആവശ്യമാണ്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുതെന്ന്. സ്തോത്രം. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ചില സത്യമുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ
കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-14 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കാണുന്നുണ്ട്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. അല്ലെങ്കിൽ നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, അല്ലെങ്കിൽ വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബെലിയാലിനും തമ്മിൽ എന്തൊരു പൊരുത്തം, അല്ല വിശ്വാസികൾക്ക് അവിശ്വാസികളുമായി എന്തോഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിതം, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. വലിയൊരു ശുദ്ധീകരണത്തിന്റെ വാക്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. എന്നിട്ട് പറയാ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതെ, നിങ്ങളുടെ നടുവിൽ ദൈവം വസിക്കണമെങ്കിൽ, നിങ്ങളിൽ നിന്ന് നടത്തണമെങ്കിൽ ലോകത്തിൽ നിങ്ങൾ വേർപെട്ടിരിക്കണം. ലോകത്തിന്റെ സകല പാപമാലിന്യ സ്വഭാവങ്ങളിൽ നിന്നും നിങ്ങൾ വേറിട്ടിരുന്ന് ക്രിസ്തുവിനോട് ചേർന്ന് നിങ്ങളുടെ ജീവിതത്തെ നയിക്കണം, നടത്തണം. ഹല്ലേലൂയ, സ്തോത്രം. വചനം പറയുന്നത് അശുദ്ധമായതൊന്നും തൊടരുത്, അശുദ്ധമായത് ഒന്നും തൊടരുത്. വിശുദ്ധമായത് മാത്രമേ തൊടാവൂ, വിശുദ്ധമായതിന് മാത്രമേ നീ കാണാവൂ, വിശുദ്ധമായത് മാത്രമേ സംസാരിക്കാവൂ, വിശുദ്ധമായിടത്ത് മാത്രമേ ഇരിക്കാവൂ, വിശുദ്ധമായത് മാത്രമേ നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ സ്വാധീനിക്കാവൂ. അതുകൊണ്ട് അശുദ്ധമായതിനെ ഒന്നും തുടരുത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും, ഹല്ലേലൂയ, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന്. അശുദ്ധമായതിനെയൊക്കെ മാറ്റിവെച്ചിട്ട്, ഈ സകല ജഡികമായതിനെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ സന്നിധി വരുമ്പോഴാണ് നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പുത്രനും പുത്രിയുമായിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇത് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 6-14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു പിടിച്ചാൽ, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തെ മാമോനെ കൂടെ സേവിക്കത്തില്ല, ഇരുതോടി കാലുവെക്കത്തില്ല. ഹല്ലേലൂയ. ഇന്നത്തെ ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവരെത്ര പറഞ്ഞാലും ഭാര്യയും പെരുമ്പിടത്തിന്റെ മുമ്പ് വന്നതിനെ ഒന്നും വിട്ടുകളയത്തില്ല. അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ചില ആളുകൾക്ക് അല്ലെങ്കിൽ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്ന് ആരാധിക്കുന്നവരാ, ദൈവത്തെ സ്തുതിക്കുന്നവരാ. പക്ഷെ ചില സമയങ്ങളിൽ അവർ മുമ്പ് വിട്ടുപോകുന്നതിലേക്ക് പോകുന്നത് കാണാൻ കഴിയും. ചില സമയങ്ങളിൽ അവര് മുമ്പ് വിട്ടുപോകുന്ന പലതിനെ സ്വീകരിച്ചുകൊണ്ട് അതിലേക്ക് മനം തിരിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കുന്നവർ, ഇരുതോടി കാലുവെക്കുന്നവർ, അശുദ്ധമായതിനെ തൊടുന്നവർ, അശുദ്ധമായതിനെ കാണുന്നവർ, അശുദ്ധമായതിനെ കേൾക്കുന്നവർ, അശുദ്ധമായതിനെ ചിന്തിക്കുന്നവർ, അശുദ്ധമായത് സംസാരിക്കുന്നവർ, അവരൊന്നും ഒരിക്കലും ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമല്ല. ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും സമാധാനം ഉണ്ടാക്കുന്നവരാ. അവർ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിറഞ്ഞു നിൽക്കുന്നവരാ, ദൈവാത്മാവിനെ നടത്തപ്പെടുന്നവരാ, അശുദ്ധിയിൽ നിന്ന് വേർപെട്ടവരാണ്, ലോകത്തിൽ നിന്ന് വേർപെട്ടവരാണ്, ദൈവത്തോട് മാത്രം ചേർന്ന് ജീവിക്കുന്നവരാണ് ദൈവപുത്രന്മാരും പുത്രിമാരും. രക്തം ചെയ്യും. നിന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ ജീവിത കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം. രക്തം ചെയ്യും. നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അല്പകാലം മാത്രമാണ് ജീവിതം. നിനക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അത് വിലപ്പെട്ടതാണ്. തകർത്ത് കളയുവാൻ നീ ശ്രമിക്കരുത്, ഉടച്ചു കളയുവാൻ നീ ശ്രമിക്കരുത്. നിന്റെ ജീവിതത്തെ ഒരു മൺകുട ഉടയ്ക്കുന്ന പോലെ ഉടച്ചു കളഞ്ഞാൽ പിന്നെ അത് ചേർത്ത് പണിയാൻ കഴിയില്ല. ആ ഉടഞ്ഞുപോയ മൺകലത്തെ ചേർത്ത് പണിയാൻ കഴിയാത്തതുപോലെ നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളഞ്ഞാൽ, ഉടച്ചു കളഞ്ഞാൽ, പിന്നീട് അത് ചേർത്ത് പണിയാൻ കഴിയാത്ത വിധത്തിൽ അതിന്റെ രൂപഭാവങ്ങളൊക്കെ മാറി ഭംഗിയൊക്കെ നഷ്ടപ്പെട്ട ഒരു വികൃത രൂപമായി എന്നും മാറും. എന്ന് പറയാൻ നീ ഒരു പ്രാകൃത മനുഷ്യനായി, ഒരു ചിട്ടിക മനുഷ്യനായി മാറും. നിന്റെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടും, നിന്റെ ഉള്ളിലെ സ്വസ്ഥത നഷ്ടപ്പെടും, നിന്റെ ഉള്ളിലെ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടും. ഹല്ലേലൂയ, നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് ഇന്ന് വക ഈ ദൈവത്തിനെ കേൾക്കുമ്പോൾ നീ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം, സമാധാനം ഉണ്ടാക്കുന്നവളായിരിക്കണം. നിന്റെ ലോകം ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ പുത്രിമാർ എന്ന് പറയണം. അതിനുവേണ്ടി നിന്റെ ജീവിതം നീ ക്രിസ്തുവിൽ നീ
തികഞ്ഞവനായി വരണം. നിന്റെ ക്രിസ്തുവിൽ നിന്റെ ജീവിതത്തെ നീ പണിതെടുക്കണം. രക്തം ചെയ്യും വല്ലേരിയും. ഒന്നാം ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികതയിലേക്ക് മടങ്ങി വന്ന് ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വചനം പറയുന്നത് മാത്രമനുസരിച്ച്, ന്യായപ്രമാണത്തിൽ പറയുന്നത് മാത്രമനുസരിച്ച്, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം മാത്രമനുസരിച്ച് ജീവിതത്തെ നീ ക്രമപ്പെടുത്തണം. രക്തം ചെയ്യും ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. റോമാലേഖനം ഹല്ലേലൂയ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവെന്ന ഹല്ലേലൂയ. സ്തോത്രം. ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ടുള്ളിൽ ഞരങ്ങുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ കർത്താവിന് വേണ്ടി നിലകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ജീവിതം നമ്മളായിട്ട് പണിതെടുക്കണം. ജീവിതം നമ്മളായിട്ട് ആസ്വദിക്കണം. ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനമാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് നീ കടന്നു ചെല്ലുന്ന എല്ലാ മേഖലയിലും നീ സമാധാനം ഉണ്ടാക്കുന്നവളായി മാറണം. നീ ഒരു കലഹക്കാരനായി മാറരുത്. നീ ഒരു കലഹക്കാരിയായി മാറരുത്. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ ദൈവം ആമേൻ വളരട്ടെ. നിന്റെ ഉള്ളിൽ ദൈവം വസിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് അതിനാദ്യം പറയും നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകണമെന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തെ നീ ഒന്ന് ചോദന ചെയ്ത്, നിന്റെ ജീവിതത്തെ നീ ഒന്ന് ക്രമീകരിച്ചെടുത്ത് നീ സമാധാനത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, നിനക്ക് ജീവിതം ശരിയായ നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്നൊക്കെ ദൈവത്തിന് വായിക്കുന്നുണ്ട്. അതെ, നീ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് നിനക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാകണം. ദൈവത്തോട് നിനക്ക് സമാധാനം പ്രാപിക്കുവാൻ കഴിയുമ്പോൾ നിന്റെ ഉള്ളിലെ സമാധാനം വരും. അപ്പോഴാണ് യേശു പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് പറഞ്ഞത്. അതെ, നിന്റെ ഉള്ളിൽ സമാധാനം നിറയട്ടെ. നിന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി മാറട്ടെ. നീ ആരോടും സംസാരിക്കുമ്പോൾ, നീ ആരോട് ഇടപെടുമ്പോൾ, സമാധാനത്തിന്റെ ഒരു വാക്ക് നീ സംസാരിക്കുമ്പോൾ, ആമേൻ, ജീവിതത്തിൽ തളർന്നിരിക്കുന്ന ജീവിതങ്ങൾ അവർ മരണമുഖത്തുനിന്ന് ആ തളർന്ന അവസ്ഥയിൽ, ക്ഷീണിച്ച അവസ്ഥയിൽ നിന്ന് നിന്റെ വായിലെ സമാധാനത്തിലൂടെ, നിന്റെ വാക്കുകളിലെ സമാധാനത്തിലൂടെ അവരിൽ സമാധാനത്തിലേക്ക് നിറയണം. മറ്റുള്ളവരെ സമാധാനത്തിലേക്ക് നടത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്റെ മേൽ ആത്മാവിനെ പകർന്നിരിക്കുന്നത്, സമാധാനം നിനക്ക് തന്നിരിക്കുന്നത്. രക്തം ചെയ്യും. അതുകൊണ്ട് ഇത് പകൽ ഈ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? എന്റെ ജീവിതത്തിൽ പലയിടത്തും പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്, പ്രതികൂലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഭിന്നതയുണ്ടാക്കിയിട്ടുണ്ട്, കലക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മുഖാന്തരം സഭ തകർന്നിട്ടുണ്ട്, കുടുംബം തകർന്നിട്ടുണ്ട്, കുടുംബജീവിതം തകർന്നിട്ടുണ്ട്, ജോലി മേഖല തകർന്നു, ബിസിനസ് തകർന്നിട്ടുണ്ട്. ഞാൻ ചെന്നിടത്തെല്ലാം പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാനത് മനസ്സിലാക്കി എന്റെ തെറ്റ് തിരുത്തി ഞാൻ മടങ്ങി വന്ന ഇനിയുള്ള കാലം മുഴുവൻ സമാധാനം ഉണ്ടാക്കുന്നവളായി ജീവിപ്പാൻ യേശുവേ, അങ്ങയുടെ കരങ്ങൾ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്റെ കഴിഞ്ഞ കാല ജീവിത പാപങ്ങളെ ക്ഷമിച്ചു തന്ന് അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് ആ സമാധാനം എന്റെ ഉള്ളിലാക്കി ദൈവത്തിന്റെ പുത്രനായി പുത്രിയായി ജീവിപ്പാൻ, അങ്ങന്റെ പിതാവായി ജീവിപ്പാൻ എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുക. കർത്താവേ, എന്നെ അതിനായി ചേർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങൾ നല്ല ദൈവം ഈശ്വർക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് ചെറിയവരും വലിയവരെയും, ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിലും നിരാലംബൃവൃത്തരും അസന്ന യാചകർ ഓർഫനേജിൽ വോൾട്ടേജും ജുവൽ തടവറയിലായിരിക്കുന്നവരെ, ഞങ്ങളുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ ഭരിക്കുന്നു. ആദിവാസി മേലും ട്രൈബൽ മേലും വിവിധ മേഖലയിലായിരിക്കും ജനത്തെ. കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾ കാക്കുന്ന BSCRPF, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, ഞങ്ങളുടെ രഹസ്യാന്വേഷണ ഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ വകുപ്പുകളെ,
സ്തോത്രയുടെ ജുഡീഷ്യയുടെ വിവിധ വകുപ്പുകളെ നിങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന വാഹനത്തിൽ യാത്ര ചെയ്ത് നിർമ്മിതാക്കൾ, അതിന്റെ സെയിൽ ചെയ്യുന്നവരെ, സമുദ്രത്തിന്റെ അതിർത്തിയിൽ ജോലി ചെയ്യുന്നവർ, സമുദ്ര ആഴത്തിന്റെ ആഴങ്ങളിൽ ജോലി ചെയ്യുന്നവർ, മത്സ്യബന്ധനത്തിൽ ജോലിയായിരിക്കുന്നവർ, അല്ലെങ്കിൽ വിവിധ കനികളിലും കമ്പനികളിലും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, ചെറുതും വലുതുമായ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെയും വ്യവസായശാലകളെയും എല്ലാ വഴിയോര കച്ചവടങ്ങളെയും എല്ലാ പൊതുമേഖലയും സഹകരണ മേഖലയും ബാങ്കിങ് മേഖലയും വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖലയില് എല്ലാ ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർഷക മേഖലയിൽ ട്രേഡ് രംഗത്തുമായിരിക്കുന്നവർ, അല്ലെങ്കിൽ കർത്താവ് ഭരണപ്രതിപക്ഷ പാർട്ടികൾ, മത സാമൂഹിക സംസ്കാര സംഘടനകൾ, ചരിത്രമാധ്യ മീഡിയ രംഗങ്ങളിലായിരിക്കുന്നവരെ, കർത്താവ് മദ്യത്തിനുമായി കരുതുന്ന പരമസ്ഥ ലഹരിപദാർത്ഥ അടിമപ്പെട്ട് കിടക്കുന്നവർ, ഈ ലോകത്തിലെ ജനികമായ ധാർമ്മികമായ ജീവിതം നയിക്കുന്നവരെ ഞങ്ങൾ ദൈവരംഗിലേക്ക് ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് സമാധാനം ഉണ്ടാക്കുന്നവരെ തീരുവാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനകത്തും സമൂഹത്തിലും സഭയിലും ജോലി മേഖലയിലും ബിസിനസ്സിലും എല്ലാ മേഖലയിലും സമാധാനം ഉണ്ടാക്കുന്നവരെ മാറണം. കർത്താവ് ഞങ്ങളുടെ ദേശത്തും വിദേശത്തും കടന്ന് ജോലി ചെയ്തവർ, യാത്ര ചെയ്യുന്നവരെല്ലാം ഞാൻ ഓർക്കുന്നു. കേരളത്തിലും ഭാര്യ വിദേശം കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ ഓർക്കുന്നു. സുവിശേഷ മുഖാന്തരം കഷ്ടം സഹിക്കുന്നവരുണ്ട്, ജയിലറയിൽ കിടക്കുന്നവരുണ്ട്. എല്ലാവർ സമാധാനത്തിന്റെ ദൈവമക്കളായി, സമാധാന പുത്രന്മാരെ, സമാധാന പുത്രിമാരായി ജീവിക്കുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ. ഇന്ന് പകരം ഓരോ വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിക്കുകയാണ്. കർത്താവിന്റെ കരുതലും കാവലും പ്രഭയും പൊടിക്കണം. മനുഷ്യൻ കർത്താവ് ഈ ലോകത്തിന്റെ സാത്താന്യ ശക്തി വിട്ടിട്ട് ദൈവാത്മാവ് നടത്തുന്നവരെ തീരുവാൻ ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.